നമ്മൾ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ഫേസ് ചെയ്ത വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ട്രിവാൻഡ്രം ഏരിയയിൽ ട്രിവാൻഡ്രം ആയാലും എറണാകുളം ആയാലും സിറ്റിയിലെല്ലാം ഇപ്പം നമുക്കൊരു 4 സെൻറ്റ് കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. 4 സെൻറ്റ് 5 സെൻറ്റ് അങ്ങനെയുള്ള ചെറിയ പ്ലോട്ടുകളിലാണ് നമ്മൾ എല്ലാവരും വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം. കിച്ചൺ വേസ്റ്റ് ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച നമ്മൾ ആദ്യം സീറോ വേസ്റ്റ് എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. സീറോ വേസ്റ്റിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. നമ്മളൊരു റണ്ണിങ് കിച്ചനാകുമ്പോൾ പ്രത്യേകിച്ച് 2 ചെറിയ കുട്ടികളുണ്ട്, പിന്നെ ഒരു ചെറിയ പപ്പിയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും സീറോ വേസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ബാക്കി വരുന്ന വേസ്റ്റ് ഇതുവരെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അയാൾക്ക് കുറച്ച് പറമ്പൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞാനിത് നെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം, അതായത് നമുക്ക് മെറ്റിക്കുലസ്ലി ഈ വേസ്റ്റ് അവിടെ ഇവിടെയും കൊണ്ട് കളയുന്ന അല്ലാതെ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. അപ്പം നമ്മൾ ആ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എങ്ങനെ ഈ വേസ്റ്റ് ഡിസ്പോസൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു നമുക്ക് കിട്ടുന്ന ഒരു സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECOBIN എന്നുള്ള സൈറ്റാണ്. അപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഞാൻ അവരുടെ കുറച്ച് ടെസ്റ്റിമോണിയൽസും കാര്യങ്ങളും ഒക്കെ നോക്കി, അവരുടെ വീഡിയോസൊക്കെ നോക്കി, അങ്ങനെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ്, പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ച് നോക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എക്സാക്റ്റ്ലി എന്തൊക്കെ ഉണ്ടാവും ഇതിനകത്തുനിന്ന്. അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഇത് പൊട്ടിച്ച് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പം നമ്മളിത് കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായി. ഇപ്പോൾ എന്ത് സാധനങ്ങൾ നമ്മൾ പാഴ്സലിലൊക്കെ വന്നാലും, പ്രത്യേകിച്ച് ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ കുറച്ച് ക്വാറൻറ്റൈൻ ചെയ്ത്, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വാറൻറ്റൈൻ ചെയ്ത് മാറ്റിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഒരു 48 hours കഴിഞ്ഞു. പിന്നെ അവിടെ ഓഫീസിലൊരു ദിവസം, അങ്ങനെ 72 hours ആയി. അപ്പം സേഫാണെന്ന് വിശ്വസിക്കുന്നു. എന്നാലും നമ്മളിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ സാനിറ്റൈസർ ഇട്ടൊക്കെ തുടയ്ക്കുക, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കാം എന്താണ് ഇതിനകത്തുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ലിഡാണ്, ഇതിൻ്റെ ബക്കറ്റിൻ്റെ അടപ്പാണ് ഫസ്റ്റ് വെക്കുന്നത്. നമുക്ക് 2 ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ 2 ബക്കറ്റില്ലേ, അതായത് 20 ദിവസമാണ്, അതായത് ഒരു മൈക്രോ ഫാമിലിക്ക്, അതായത് 3 അല്ലെങ്കിൽ 4 മെമ്പേഴ്സുള്ള മൈക്രോ ഫാമിലീസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 20 ലിറ്റേഴ്സ് കപ്പാസിറ്റി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 20 ലിറ്റേഴ്സ് വേസ്റ്റ് നമുക്കൊരു 20 ദിവസം കൊണ്ട് 20 ലിറ്റർ വേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ലിഡ് ക്ലോസ് ചെയ്ത് പെർമനന്റ് ക്ലോസ് ചെയ്ത് നമ്മൾ അടുത്ത 20 ദിവസത്തേക്ക് ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു. തുടർന്ന് നമ്മൾ അടുത്ത ബക്കറ്റ് യൂസ് ചെയ്യുന്നു, അത് 20 ദിവസത്തേക്ക്. ബൈ ദ ടൈം ഈ 20 ദിവസം കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ബക്കറ്റിലുള്ള ആ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല പ്യുവർ കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്കത് നേരെ ചെടികൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഇനിയിപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ജനറലായിട്ടൊന്ന് കാണിച്ചു തരാം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത്, ഈ ബക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത്. 2 ഫിൽറ്റേഴ്സ്, 2 ഫിൽറ്റേഴ്സ്, പിന്നെ ഒരു സെറ്റ് ഗ്ലൗസ്. അത് നമ്മൾ ഈ വേസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി ഇതായിട്ട് തുടങ്ങുന്ന ഗ്ലൗസ്. 2 പൈപ്പ്, ചെറിയ പൈപ്പുകളുണ്ട്, ലിഡ് അടക്കമുള്ള 2 പൈപ്പുകളുണ്ട്. ഇത് നമ്മൾ ഈ ബക്കറ്റിൽ ഫിക്സ് ചെയ്യേണ്ടതാണ്. അത് ഞാൻ ഫിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു. ഗ്ലൗസ്, ഇതതിൻ്റെ യൂസർ മാനുവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് വായിച്ചാൽ തന്നെ, നമ്മുടെ ഈ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിലും യൂസർ മാനുവൽ വായിച്ചാൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ECOBIN.in എന്നുള്ള കമ്പനിയാണിത്. കമ്പനിയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതാണ്. ഇത് ഒരു തരം കമ്പോസ്റ്റ് മേക്കിംഗ് മെറ്റീരിയലാണെന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബിൻസ് ഒക്കെ ഉള്ള എന്തൊരു മെറ്റീരിയലാണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ ഓരോ പ്രാവശ്യം അതിനകത്തേക്ക് ഫുഡ് വേസ്റ്റ് അതിലേക്ക് ഇടുമ്പോഴും നമ്മൾ അതിന് മേളിൽ ഇത് ഇങ്ങനെ വെതറി കൊടുക്കണം. എന്നാൽ മാത്രമേ അത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കൊരു ബക്കറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ്, ഇവിടെയാണ് നമ്മൾ
ഇത് ഈ പൈപ്പ് ഇവിടെയാണ് പിടിപ്പിക്കേണ്ടത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇതിനകത്തേക്ക് ഈ വേസ്റ്റ് ഇടില്ലേ, വേസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേസിക്കായിട്ട് ഇത് യൂസ് ചെയ്ത ആളുകളിൽ നിന്ന് ഞാൻ സംസാരിച്ച് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരുപാട് പ്രാവശ്യം തുറക്കടക്കുകയും ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പ്രാവശ്യം തുറക്കടക്കുകയും ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് അതായത് എന്താ പറയുക, നമ്മുടെ ഫ്ലൈസിൽ ഹൗസ് ഫ്ലൈ പോലെയുള്ള ജീവികൾ ഇതിനകത്ത് മുട്ടയിടുകയും പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതിൽ നിന്ന് പുഴുവൊക്കെ ഉണ്ടായി വരുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അറിയില്ല, നമുക്കിതൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ നമ്മൾ തരാം. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവാനുള്ള വഴിയുണ്ട്. അപ്പം നമ്മളിത് സ്പാനറൊന്നും വേണ്ട, പ്ലാസ്റ്റിക്കിൻ്റെ ബോൾട്ടുകളാണ്. അപ്പം സ്പാനറിൻ്റെ ആവശ്യമില്ല, നമ്മളത് കൈകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്താൽ മതി. കൈകൊണ്ട് തന്നെ ടൈറ്റ് ആവുന്നുണ്ട്. 2 വാഷേഴ്സ് ഉണ്ട് നമ്മുടെ. ഓക്കെ, സാധാരണ ടാപ്പിന് ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെയാണ്. ഇതിങ്ങനെ സെറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഇത് ഇറക്കി വെക്കും, നമ്മുടെ ഫിൽറ്റർ ഇറക്കി വെക്കും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലിടുന്ന ഈ ഫുഡ് വേസ്റ്റിനകത്തുനിന്ന് ലിക്വിഡ്, അതായത് മാക്സിമം ഡ്രൈ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ആ ഫുഡ് വേസ്റ്റ് ഇതിലിടാൻ. എന്നാലും അതിൽ നിന്ന് ഇത് കമ്പോസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു ലിക്വിഡ് ഉണ്ടായി വരും. ഈ ലിക്വിഡ് സ്മെല്ലി ആണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനിയിപ്പം നമുക്ക് ഉപയോഗിക്കും പതുക്കെ പറയാം അതിനകത്ത്. ആ ലിക്വിഡ് പക്ഷേ വളരെ നല്ല കമ്പോസ്റ്റിംഗ്, നല്ല ഒരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ കാര്യമായിട്ട് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ആ ലിക്വിഡ് ഇതിൽ വരുന്നതനുസരിച്ചിട്ട് നമ്മളത് ഡ്രെയിൻ ചെയ്ത് എടുത്ത് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളിവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തേത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ലിഡ് അൺലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇറ്റ്സ് എയർ ടൈറ്റ് എന്ന് പറയാമെന്ന് അറിയത്തില്ല, ബട്ട് ഇറ്റ് ഈസ് ടൈറ്റ്. അതിനകത്ത് വേറെ ജീവികളൊന്നും കയറാനുള്ള സാധ്യതകളൊന്നുമില്ല. ഇത് ടൈറ്റാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഒരു ദിവസം ഒറ്റ പ്രാവശ്യം മാത്രം ഇത് തുറക്കുക, അതിനുശേഷം അടച്ചു വെച്ചേക്കുക. വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വെള്ളം ഒഴിച്ച് ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ലീക്കെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് നോക്കി, ലീക്കൊന്നുമില്ല. ടാപ്പിൽ കൂടെയും ലീക്കൊന്നുമില്ല, അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ടാപ്പിൽ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ പറ്റും, എല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ച് നമ്മളിപ്പോൾ 2 സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മളിങ്ങനെ വിതറി ഇടും, 2 സ്പൂൺ ശർക്കര. ഇത് ഈ ഫെർമെൻറ്റൈസേഷൻ പ്രോസസ്സ് ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ഈ ശർക്കര ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അന്ന് നമുക്ക് കിട്ടിയ ആ ഡ്രെയിനാണ്. ആ ഡ്രെയിൻ എടുത്ത് ആ ഡ്രെയിനിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പർ നമ്മളിങ്ങനെ വെച്ച് പൊതിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ബൊക്കാഷി കമ്പോസ്റ്റ് മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് നമ്മളിതിൽ ഇങ്ങനെ വെതറി ഇട്ടിട്ടുണ്ട്. ഇനി ഈ സാധനം നമ്മൾ ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യും. ഇപ്പം നമ്മൾ കംഫർട്ടബിളായിട്ട് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞങ്ങളുടെ കിച്ചണിലെ മൊത്തം വേസ്റ്റാണ്. ഇന്നത്തെ കുറച്ച് വെണ്ടയ്ക്കയുടെ ഇതുണ്ട്, 2-3 പഴത്തിൻ്റെ തോലുണ്ട്. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് നമുക്ക് കുറേ കൂടി വേസ്റ്റ് കിട്ടും. ഇപ്പോൾ രാവിലെ ഷൂട്ട് ചെയ്യായതുകൊണ്ട് നമ്മളിത് കാണിക്കുന്നതേ ഉള്ളൂ. ഈ വേസ്റ്റ് നമ്മളിതിൻ്റെ പുറത്തേക്ക് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഈ വേസ്റ്റ് ഇടുമ്പോൾ ഞാനിപ്പോൾ കാണിച്ചല്ലോ, വേസ്റ്റ് ഇടുമ്പോൾ കഴിവതും വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട്, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കഴിവതും കുറച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പോൾ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചോറ് ബാക്കി വരുന്നുണ്ടാവും, കറികൾ ബാക്കി വരുന്നുണ്ടാവും. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവർ ഫുള്ളായിട്ട് ഒരിക്കലും കഴിക്കുന്നുണ്ടാവില്ല, അതിന് ബാലൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി നമ്മളൊരു ഡ്രെയിൻ പോലുള്ള എന്തെങ്കിലും ഒരു വെസലിനകത്തിട്ട് അത്യാവശ്യമുള്ള ആ വെള്ളം ഊറ്റി, അതിലുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് വളരെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ആ സാധനം വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞ ശേഷം ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ബൊക്കാഷി കമ്പോസ്റ്റ് മിക്സാണ്. ഇതിൻ്റെ മേൽക്കൂടി നമ്മളിങ്ങനെ വിതറി കൊടുക്കുക. ഇത് നമ്മൾ ഇടുന്ന വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇത് കൂടുതൽ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ വളരെ കുറച്ച് വേസ്റ്റേ ഉള്ളൂ, എല്ലായിടത്തും ഏകദേശം സ്പ്രെഡ് ആവുന്ന രീതിയിൽ ആ ഒരു സാധനം നമ്മൾ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് എടുത്തിട്ട്
അടച്ചു വെക്കുക. ഇപ്പം വളരെ കുറച്ച് വേസ്റ്റേ ഉള്ളൂ, അത് കാരണം നമുക്കിതിപ്പം ഈ സാധനം ഈ പ്രസ്സർ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, വളരെ കുറച്ച് വേസ്റ്റേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് കൂടുതൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം വളരെ കുറച്ച് വേസ്റ്റേ ഉള്ളൂ. നെക്സ്റ്റ് ടൈമൊക്കെ ഇടുമ്പോൾ നമുക്കത് ഈ പ്രസ്സും കൂടി യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മളിതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തു. എയർ ടൈറ്റാണ് സാധനം, നന്നായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ഇതിൽ വേസ്റ്റ് ഇടാനായിട്ട് വയ്ക്കുക. ഒരുപാട് പ്രാവശ്യം തുറക്കുക അടക്കുകയും ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്തവരൊക്കെ പറയുന്ന അതിൻ്റെ യൂസർ മാനുവലിലും പറയുന്ന അതാണ്. അപ്പോൾ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ നാളെ വരുന്ന വേസ്റ്റുകളും കൂടി ആഡ് ചെയ്യും. അങ്ങനെ 20 ദിവസത്തെ വേസ്റ്റ് ഇതിനകത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. 20 ദിവസത്തേക്കുള്ള ഒരു വീട്ടിലെ ഒരു മൈക്രോ ഫാമിലിയിൽ 20 ദിവസത്തെ വേസ്റ്റ് ഈ ഒരു കണ്ടെയ്നറിൽ വരും. 20 ദിവസത്തെ വേസ്റ്റ് നമ്മളിതിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിനെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് 20 ഡേയ്സിലേക്ക് മാറ്റി വെക്കും. 21 ഡേയ്സാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 21 ഡേയ്സിലേക്ക് സൂര്യപ്രകാശം അധികം അടിക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മളിതിനെ മാറ്റി വെക്കും. മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു 3 ദിവസം 2 ദിവസം കൂടുമ്പോൾ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്ത് മാറ്റണം. ആ ഡ്രെയിൻ ചെയ്ത ലിക്വിഡ് 1:70 അല്ലെങ്കിൽ 1:50 അനുപാതത്തിൽ നമുക്കത് മിക്സ് ചെയ്ത് പച്ചക്കറിക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഡയറക്റ്റായിട്ട്. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഗാർഡനിലുള്ള നമ്മുടെ ടെറസ് ഗാർഡനിൽ എന്താണുള്ളത് അതിലേക്ക് നമുക്ക് വളമായിട്ട് അത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ രീതിയിൽ തന്നെ എവറി 2 ഡേയ്സിൽ നമ്മളിതൊന്ന് ഡ്രെയിൻ ചെയ്യണം. ഉണ്ടെങ്കിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ ഡ്രെയിൻ ചെയ്ത് ഇതേ രീതിയിൽ നമ്മൾ 20 ദിവസം കഴിയുമ്പോൾ ഇത് മാറ്റി വെക്കുക. ആ 20 ദിവസം നമ്മൾ ഈ മാറ്റി വെക്കുന്ന 20 ദിവസം കൊണ്ട് ഇത് ടോട്ടൽ കമ്പോസ്റ്റായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവും. ആ 20 ദിവസം നമ്മുടെ സെക്കൻഡ് ബിന്ന് നമ്മൾ യൂസ് ചെയ്യും. ആ 20 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ 20 ദിവസം കഴിഞ്ഞ് നമ്മളിത് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് ഗാർഡനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പോസ്റ്റാണ് നമുക്കിത് കിട്ടുന്നത്. സൺലൈറ്റ് ഇല്ലാത്ത കണ്ടീഷനിലാണ് അത് ഏറ്റവും പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുന്നത്. അതിനുശേഷം നമുക്ക് ആ കമ്പോസ്റ്റ് ഈ ഗ്ലൗസ് ഉപയോഗിച്ച് എടുത്തിട്ട് വേണമെങ്കിൽ ഒരു വലിയ ബിന്നിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ ഗാർഡനിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാം. അത് നമുക്ക് ആസ് പെർ റിക്വയർമെൻറ്റ്. പിന്നെ ഇതിൻ്റെ മൊത്തം കോസ്റ്റ് 1901 രൂപയായിരുന്നു ഞാൻ ഇതിന് വേണ്ടി പേ ചെയ്തത് മൊത്തം. നമുക്ക് ഈ സൈറ്റ് മൈ എക്കോബിൻ എന്ന് ജസ്റ്റ് നെറ്റിലടിച്ച് സെർച്ച് ചെയ്താൽ നമുക്ക് അവരുടെ സൈറ്റിൽ തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റും. നമുക്കത് കയറിയിട്ട് നോക്കാൻ പറ്റും. ഞങ്ങളിത് ഉപയോഗിച്ച ശേഷം ഇതിൻ്റെ റിവ്യൂ തരാം. ഇങ്ങനൊരു വിഷയം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതൊരു സൊല്യൂഷൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ റിവ്യൂസൊക്കെ നല്ല റിവ്യൂസാണ് കണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാമല്ലോ.